ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് എങ്ങനെയാണ് റെഡിയായി എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് മേക്കപ്പ് ചെയ്തത്. അപ്പോൾ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ഒന്നുമല്ല, എന്നാലും നമുക്ക് എല്ലാവർക്കും നോർമലായിട്ട് ഒരു എൻഗേജ്മെൻറ്റിന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അന്ന് എങ്ങനെയാണോ എൻ്റെ മേക്കപ്പ് ചെയ്തത് ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ വാസലിൻ്റെ ഈ ഒരു വൈറ്റനിങ് ലോഷനാണ് ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്തത്. നമ്മൾ എൻഗേജ്മെൻറ്റിനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് കാണുന്ന അത്രയും ഭാഗം എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ഒരേ രീതിയിൽ മേക്കപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഫേസിലും നെക്കിലും, അതായത് രണ്ട് സ്ഥലത്തും രണ്ട് കളറായി പോവും. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അത് കഴുത്തിലും ഫേസിലും ഒരുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഫൗണ്ടേഷൻ ഒന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല, ജസ്റ്റ് ഒരു കൺസീലർ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അത് മേബിലിൻ്റെ ഈ ഒരു കൺസീലറാണ്. അപ്പോൾ ഇത് മാത്രമാണ് ഞാനന്ന് യൂസ് ചെയ്തിരുന്നത്. ഇതും ഒരു കോമ്പാക്ട് പൗഡർ മാത്രമാണ് ഫേസിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ കൺസീലർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു കോമ്പാക്ട് പൗഡർ വെച്ചാണ് അന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കുറച്ച് കോമ്പാക്ട് പൗഡർ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. അടുത്തായിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഐബ്രോ പെൻസിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഒരു മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ലിപ്സ്റ്റിക്ക് നമ്മൾ ചുണ്ടിലും കണ്ണിൻ്റെ മീതെയും സെയിം കളർ തന്നെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ എടുക്കുകയാണ് ഒരു ബ്രഷിൽ. അപ്പം നമ്മൾ രണ്ട് കണ്ണിലും ഈ ഒരു സെയിം ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗോൾഡൻ കളറ് ഷോളും സ്കേർട്ടുമാണ് നമുക്ക് എൻഗേജ്മെൻറ്റിന് എൻ്റെ ഡ്രസ്സായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ഗോൾഡൻ കളർ ഷെയ്ഡും കൂടി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഗോൾഡൻ കളറും കൂടി ഇതിൻ്റെ മിഡിൽ പോർഷനിലൊന്ന് കൊടുക്കുകയാണേ. ഇനി ആ സെയിം ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ചുണ്ടിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ച് മാത്രം. ഇനി നമുക്ക് കണ്ണൊന്ന് എഴുതാം കേട്ടോ. കണ്ണ് ഞാൻ മുകൾ ഭാഗം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ താഴെ നമ്മുടെ ഔട്ടർ കോർണർ മാത്രം നല്ലൊരു തിക്കായിട്ടൊന്ന് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്താം. ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണും ഒരേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് മുടി ഒന്ന് കെട്ടാം. മുടി ഞാൻ അന്ന് പക്ഷെ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ മുടി ഒന്ന് കെട്ടിയിട്ട് അപ്പം ഞാനന്ന് മുടി ഇങ്ങനെ അഴിച്ചിടുകയാണ് ചെയ്തത്. ജസ്റ്റ് ഇങ്ങനെ ഒരു മെടച്ചിൽ എടുത്തിട്ട് ഇങ്ങനെ വട്ടം വെച്ചിട്ട് അതിന് ശേഷം ഞാൻ ഇങ്ങനെ മുല്ലപ്പൂ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം നമുക്ക് മുല്ലപ്പൂ ഇല്ല, അതുകൊണ്ട് ഇതാ ആ ഹെയർ സ്റ്റൈൽ മാത്രം ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് അഴിച്ചിടുകയാണ് ചെയ്തത്. മുല്ലപ്പൂ വെക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. പിന്നെ അന്നതായി സെയിം കളർ വള ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഇടുകയാണേ. പിന്നെ ഇട്ടിരുന്ന കമ്മൽ ഇതാണ്. ഇനി പൊട്ട് തൊട്ടു, അതുപോലെ ഒരു കുങ്കുമം കൂടി അന്ന് തൊട്ടിട്ടുണ്ടായിരുന്നു.